സിയാറത്തിനെ കുറിച്ചുമൊക്കെ നമ്മൾ ധാരാളം കേട്ടു കഴിഞ്ഞു. ആ ഓർമ്മകളൊക്കെ നമ്മൾ മനസ്സിൽ നിറച്ചുകൊണ്ട് നമ്മൾ മദീനയിലേക്ക് പോവുക. ഓരോ സെക്കൻഡുകൾ നമ്മൾ മദീനയോട് അടുത്തടുത്ത് ഇങ്ങനെ വരികയാണ്. ഇൻഷാ അല്ലാഹ് ഏതാണ്ട് 430 കിലോമീറ്ററാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ദൂരം. ആ ദൂരം നമ്മൾ താണ്ടാൻ വലിയ പണിമില്ല, മതി അല്ലേ? പക്ഷേ അതിനിടയിൽ ഒരുപാട് ചെക്കിങ്ങുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലൊന്നും മുഷിപ്പാക്കരുത്. നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ആഖിറത്തിലെ ചെക്കിങ്ങളെ നമ്മൾ ഓർമ്മയാക്കണം. ആഖിറത്തിൽ നമുക്ക് ഒറ്റയടിക്കാൻ കൊണ്ട് പോകാൻ അങ്ങനെ ഓരോ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഓർമ്മയാക്കാം. എന്നിട്ട് ക്ഷമിക്കുക, നമ്മളൊന്നും പറയണ്ട. ഇൻഷാ അല്ലാഹ് നമുക്ക് മദീനയിൽ രാത്രിയോട് കൂടി തന്നെ എത്തിച്ചേരാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും മക്ക വിട്ട് മദീനയിലേക്ക് പോയ ഓർമ്മകളാണ് ഈ യാത്രക്ക് നമുക്ക് പ്രചോദനമാകേണ്ടത്. നാം നേരത്തെ ഇതിന്റെ തുടക്കം നമ്മൾ കണ്ടിരുന്നു. ഹിജ്റ യാത്രയുടെ തുടക്കം നമ്മൾ സൗർ മലയുടെ താഴെ വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മളിപ്പോൾ ഓർമ്മയാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ദൗത്യ പൂർത്തീകരണത്തിന്റെ 23 കാലഘട്ടത്തിൽ 13 വർഷം കഠിനമായ ത്യാഗം ചെയ്ത് കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ മക്ക നാടിനോട് വിട പറയുന്ന വളരെ വളരെയധികം വേദനാജനകമായ ഒരു യാത്രയായിരുന്നു ഹിജ്റ യാത്ര. അതുകൊണ്ട്